നമസ്കാരം, ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, ബിരുദതല പ്രോഗ്രാമുകളിലേക്ക് വേണ്ടിയിട്ട് +2 കഴിഞ്ഞ കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് CUET UG എക്സാമിനേഷൻ. വിവിധ കാറ്റഗറികളിൽപ്പെട്ട +2വിന്റെ ഇപ്പോഴത്തെ പുതിയ തീരുമാനം അനുസരിച്ച് +2വിന്റെ ഏത് സ്ട്രീമാണ് പഠിച്ചത് എന്ന് നോക്കാതെ തന്നെ സബ്ജക്ട് ഡൊമെയിൻ മേഖല തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്. അപ്പം രാജ്യത്തെ ഏകദേശം 26-ൽ പരം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, പിന്നെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ, പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ 40-ൽ പരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷൻസ്, അവർ നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള രാജ്യത്താകമാനമുള്ള വ്യത്യസ്ത എക്സാമിനേഷൻ സെന്ററുകളിലൂടെ നടത്തുന്ന എക്സാമിനേഷനാണ് CUET UG എക്സാമിനേഷൻ. കേരളത്തിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും എക്സാമിനേഷൻ സെന്ററുകളുണ്ട്. എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, അതായത് ഓൺലൈൻ എക്സാമിനേഷനാണ്. +2വിന് പഠിച്ച സബ്ജക്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എക്സാമിനേഷനാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ IFLU ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി സെക്കന്ദരാബാദിലുള്ളത്. അങ്ങനെ വിവിധങ്ങളായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന ഒരു എക്സാമിനേഷനാണ്. PG ലെവലിലും നടത്തുന്നുണ്ട് എക്സാമിനേഷൻസ്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ട അവസാന തീയതി മാർച്ച് 22 എക്സാമിനേഷൻ ഓൺലൈൻ രീതിയിലുള്ള എക്സാമിനേഷൻ നടത്തുന്നത് മെയ് 8 മുതൽ ജൂൺ 1 വരെയുള്ള കാലയളവിൽ വിവിധ ദിനങ്ങളിലായിട്ടായിരിക്കും നടത്തുന്നത്. +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കാണ് ആപ്ലിക്കേഷൻ അയക്കാവുന്നത്. +2 തലത്തിൽ, അതായത് 10+2 സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഏത് സിലബസ് ആണെങ്കിലും അവർക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഒപ്പം NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, പിന്നെ വൊക്കേഷണൽ കോഴ്സുകൾ പഠിച്ചവരുണ്ട്, പിന്നെ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചവർ, ഇങ്ങനെ എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്കും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി. ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ രജിസ്ട്രേഷൻ നടത്തേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ, അതിൽ യൂണിവേഴ്സിറ്റികളുടെ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയും ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, ആ കോഴ്സുകൾക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നെല്ലാം അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും. രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് തന്നെ ഈ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് നോക്കി, നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയാണോ, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നോക്കി അത് തിരഞ്ഞെടുത്തിട്ട് വേണം ആപ്ലിക്കേഷൻ. അത് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ തന്നെ ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നീട് അത് മാറ്റാനുള്ള ഒരു സാവകാശം കിട്ടിയെന്ന് വരില്ല. പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്നതിന് പ്രായപരിധി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. 3 വിഭാഗങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അതായത് ഭാഷയെ അടിസ്ഥാനമാക്കിയിട്ട് 13ഓളം വ്യത്യസ്ത ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിഭാഗം ഉണ്ടാകും, ടെസ്റ്റ് നടത്തുന്നുണ്ടാകും. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മലയാളം, അങ്ങനെയുള്ള 13 വിവിധ ഭാഷകളും, പിന്നെ 23 സ്പെസിഫിക് സബ്ജക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എല്ലാ മേഖലകളിൽ നിന്നുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ട്. മ്യൂസിക് തൊട്ട് ആർട്സ് തൊട്ട് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ആന്ത്രപ്പോളജി, ബയോടെക്നോളജി, ബയോളജി, പിന്നെ അക്കൗണ്ടിങ്, അങ്ങനെ വിവിധങ്ങളായ 23 ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. പിന്നെ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് 5 വ്യത്യസ്ത ടെസ്റ്റുകൾക്കാണ് ഒരാൾക്ക് പരമാവധി പങ്കെടുക്കാവുന്നത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാവുന്നത്. ഇതെല്ലാം തന്നെ ഈ ആപ്ലിക്കേഷന്റെ രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ മെൻഷൻ ചെയ്യണം. അതായത് ഈ സബ്ജക്ട് സ്പെസിഫിക് മേഖല എന്ന് പറയുന്നത് +2വിന് ഏത് സ്ട്രീം പഠിച്ചു എന്നത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എഴുതാവുന്ന മേഖല ഏതാണോ ആ മേഖല, ആ സബ്ജക്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഭാഷയാണെങ്കിൽ ഇതുപോലെ തന്നെ ചൂസ് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് വരുന്നത് പൊതുവെ കോംപ്രിഹെൻഷൻ ഉണ്ടാവും, ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ മെന്റൽ എബിലിറ്റി, പിന്നെ ബേസിക് മാത്തമാറ്റിക്സ്. അതായത് മാത്തമാറ്റിക്സിൽ വരുന്ന ഓൾജിബ്ര, മെൻസുറേഷൻ, ജിയോമെട്രി, അരിത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഭാഷ, അതുപോലെ ഡൊമൈൻ സ്പെസിഫിക് വിഷയങ്ങൾ, പിന്നെ
ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കാവുന്ന ടെസ്റ്റുകളുടെ എണ്ണമാണ് 5. അപ്പം ഒരു ടെസ്റ്റ് എഴുതുമ്പോൾ അതിനകത്ത് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 60 മിനിറ്റ് ഉണ്ടാവും. ഒരു ക്വസ്റ്റിന് 5 മാർക്കാണ്, നെഗറ്റീവ് മാർക്സ് ഉണ്ട്, 1 മാർക്ക് നെഗറ്റീവ് മാർക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ 5 വ്യത്യസ്ത ടെസ്റ്റുകൾ വരെ ഒരാൾക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. NTA ആണ് CUET എക്സാമിനേഷൻ നടത്തുന്നത്, പക്ഷേ അഡ്മിഷൻസ് നടത്തുന്നത് അതത് സ്ഥാപനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്ഥാപനങ്ങൾ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ സെലക്ട് ചെയ്യണം. ഇനി ഇത് കൂടാതെ ഈ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപക്ഷെങ്കിൽ പുതിയ മെസ്സേജസ് ഒക്കെ നമുക്ക് വന്നേക്കാൻ ചാൻസ് ഉണ്ട്. വിവിധ മറ്റ് സ്ഥാപനങ്ങൾ കൂടി, ഭാവിയിൽ വേറെ സ്ഥാപനങ്ങൾ കൂടി ഈ ഒരു പരീക്ഷയുടെ സ്കോറിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വേറെ സ്ഥാപനങ്ങൾ കൂടി നമുക്ക് അവരിൽ നിന്ന് പോലും നമുക്ക് കൺഫർമേഷൻ അല്ലെങ്കിൽ ഓഫർ മെസ്സേജസ്, ഓഫർ ഇമെയിൽ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവിടെയും ഓൾറെഡി നമ്മൾ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ടൈമിൽ പരിഗണിക്കാതിരുന്ന ചില സ്ഥാപനങ്ങളുടെ മെസ്സേജസ് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലതാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ അന്നേരം ചൂസ് ചെയ്യുകയും ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഷ മലയാളം ഉൾപ്പെടെയുള്ള 13 ഭാഷകളിൽ എക്സാമിനേഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അങ്ങനെയുള്ള വ്യത്യസ്ത ഭാഷ, റീജിയണൽ ലാംഗ്വേജസിൽ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാണ്. അത് നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥി അത് മെൻഷൻ ചെയ്യണം. പിന്നീട് അത് മാറ്റാൻ പറ്റുകയില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീസ് 3 ടെസ്റ്റുകൾക്കാണ് എങ്കിൽ 1000 രൂപയാണ്. 3-ൽ കൂടുതലാണെങ്കിൽ, ജനറൽ വിഭാഗത്തിനാണ് പറഞ്ഞത്, 1000 രൂപയാണ്. 3-ൽ കൂടുതലായിട്ട് ഓരോ ടെസ്റ്റിനും ജനറൽ കാൻഡിഡേറ്റ്സ് 400 രൂപ അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് OBC, NCL, പിന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 900 രൂപയാണ്. അഡീഷണൽ ആയിട്ട് ടെസ്റ്റുകൾ അപ്പിയർ ചെയ്യുന്നു എങ്കിൽ അതിന് 375 രൂപ ഓരോ ടെസ്റ്റിനും അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നത് പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവര്, അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവര്, തേർഡ് ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവര്, ഇവർക്ക് വേണ്ട ഫീസ് 800 രൂപയാണ് 3 ടെസ്റ്റുകൾക്ക്. അഡീഷണൽ ആയിട്ട് വരുന്നത് ഓരോ ടെസ്റ്റിനും 350 രൂപ വീതം. അപ്പോൾ 5 ടെസ്റ്റുകളാണ്. അപ്പോൾ അതിനനുസരിച്ച് എത്ര ടെസ്റ്റുകൾക്കാണോ നമ്മൾ ഒരു കുട്ടി പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പരീക്ഷ ഫീസിൽ വ്യത്യാസമുണ്ട്. മാർച്ച് 23 വരെയാണ് പരീക്ഷ ഫീസ് അടയ്ക്കുവാനുള്ള സമയം. സിലബസ് എല്ലാം തന്നെ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിന്ന് കിട്ടും. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3 സ്റ്റെപ്സ് ആയിട്ടാണ് ആപ്ലിക്കേഷന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് പൊതുവെ ഈ NTA ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ആപ്ലിക്കേഷൻ ID വേണം, അതുപോലെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ജനറൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ രേഖപ്പെടുത്തണം. മൂന്നാമത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ജനറലി എല്ലാത്തിനും വേണ്ടത് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SSLC 10th മാർക്ക് ഷീറ്റ് വേണ്ടി വരും, പിന്നെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് വേണ്ടി വരും, പിന്നെ ആധാർ, ഇങ്ങനെയുള്ള ജനറലായിട്ട് പൊതുവെ വേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സ് ഒക്കെ എല്ലാവരും ആദ്യമേ തന്നെ സംഘടിപ്പിച്ച് വെക്കണം. എന്നിട്ട് വേണം ഈ ഡോക്യുമെന്റ്സിന് പ്രത്യേകമായിട്ടുള്ള ഫയൽ സൈസുകളുണ്ട്, അത് ഫയൽ ഫോമാറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതെല്ലാം കൃത്യമായിട്ട് സംഘടിപ്പിച്ച് വെച്ചതിന് ശേഷം വേണം ആപ്ലിക്കേഷന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് ഇരിക്കുവാനുള്ള. പിന്നെ ഇമെയിൽ ID വേണം. കൂടാതെ ഏത് മോഡിലാണോ ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കുന്നത്, അപ്പോൾ അതിന് ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡാണോ ഏതാണ് സൗകര്യമുള്ളത് എന്ന് വെച്ചാൽ അതെല്ലാം കൈവശമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ NTA ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും അതിന്റെ സ്കോർ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതുമാണ് NTA ഒരു ഉത്തരവാദിത്വം. അതിനുശേഷം സ്ഥാപനങ്ങൾ വഴിയാണ്, ഓരോ സ്ഥാപനങ്ങളുമാണ് അവരുടെ അഡ്മിഷൻസ് നടത്തുന്നത്. അപ്പം ചില സ്ഥാപനങ്ങൾ നമ്മൾ ഇനിയും ഉൾപ്പെടുത്താത്തതുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്ക് നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻസ്, പുതിയ സ്ഥാപനങ്ങൾ, ലിസ്റ്റിൽ വരാത്ത സ്ഥാപനങ്ങൾ വരികയാണെങ്കിൽ, പുതിയ സ്ഥാപനങ്ങൾ വരികയാണെങ്കിൽ ആ സ്ഥാപനങ്ങളിലേക്കൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ധാരാളം സ്ഥാപനങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഈ ഒരു റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അഡ്മിഷൻസ് നടത്താനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ അങ്ങനെ കൂടുതൽ സ്ഥാപനങ്ങൾ കൂടി ഈ ഒരു സ്കോറിനെ ഉപയോഗപ്പെടുത്തിയേക്കാം. അപ്പോൾ ജനറലി ഏതൊരു കുട്ടിക്കും ഒരു +2 കഴിഞ്ഞിട്ടുള്ള
അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുവാൻ യോഗ്യതയുള്ള എല്ലാ കുട്ടികൾക്കും, ഏത് NIOS ആണെങ്കിലും, അതുപോലെ ഇപ്പം സ്കോൾ ഉണ്ട്, കേരളത്തിലെ സ്കോൾ കേരളമുണ്ട്, ഇതുപോലെ ഏതിലാണെങ്കിൽ തന്നെയും അതിനനുസരിച്ച് അവർക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും രജിസ്ട്രേഷൻ നടത്തുക. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കോഴ്സ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടണമെന്നില്ല, പക്ഷേ വേറെ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിന് സമാനമായ കോഴ്സുകൾ, നമുക്ക് ഇഷ്ടപ്പെടുന്നതും സമാനമായ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സുകളിലേക്ക് നമുക്ക് പിന്നീട് രജിസ്ട്രേഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടത്തുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.